കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കൗൺസിൽ തെരഞ്ഞെടുപ്പിന് നേമത്ത് മത്സരിച്ച നുസൂർ മുതൽ തുടങ്ങി BRM ഷെരീഫ് തൊട്ട് അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത്. വലിയ ഫൈമി കാമുകന്മാരാണ്. എത്ര വട്ടം മത്സരിച്ചാലും, എത്ര വട്ടം തോറ്റാലും, എത്ര വട്ടം ജയിച്ചാലും, എത്ര വട്ടം നിർത്തിയാലും, എത്ര വട്ടം നിർത്തിയില്ലെങ്കിലും തെരുവിൽ ഞാനുണ്ടാകും BRM ഷെരീഫ്. അങ്ങനെ തെരുവിൽ ഇതെഴുതുകയാണ്, ചുവരെഴുതുകയാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ മീനാങ്കൽ കുമാർ വന്നപ്പോൾ CPI നിന്ന് വന്നതിൻ്റെ കാര്യവും ഒരു ഹിന്ദുത്വ വോട്ട് എങ്ങനെയാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ മറിക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയിലാണ് തീർച്ചയായിട്ടും മീനാങ്കൽ കുമാറിന് അവിടെ ഞറക്ക് വീണത്. പ്രത്യേകിച്ച് ഇപ്പുറത്ത് മുസ്ലിം വന്നു, വാവനപുരത്ത് മുസ്ലിം സുധീർ ഷാ വന്നു, നെടുമങ്ങാട് മുസ്ലിം വന്നാൽ പ്രത്യേകിച്ച് ചിലപ്പോൾ അതൊരു വലിയ തിരിച്ചടിയാകുമോ എന്ന് പേടിച്ചിട്ടാണ് വാവനപുരത്ത് സുധീർ ഷാ വന്നതുകൊണ്ട്. അതേസമയം വാവനപുരത്ത് പാലോട് വേണം വന്നെങ്കിൽ തീർച്ചയായിട്ടും BRM ഷെരീഫ് ഇവിടെ വന്നേനെ, നെടുമങ്ങാട് വന്നേനെ. അങ്ങനെ BRM ഷെരീഫിൻ്റെ ഖതം ഹോഗയ കത്ത് കുത്തിക്കിടത്തി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ സുബ്രഹ്മണ്യം ശരിക്കും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വളരെ വലിയ നോമിനിയാണ്. പക്ഷേ സുബ്രഹ്മണ്യൻ അടിച്ചുപോയി, സീറ്റ് കൊടുത്തില്ല. അതുപോലെ തന്നെ തൃക്കാക്കരയിൽ ദീപ്തി മേരി വർഗീസ് അവർ പാവപ്പെട്ടവർ നോട്ടീസ് അടിച്ച്, പോസ്റ്റർ അടിച്ച്, ബാനർ അടിച്ച്, ഫ്ലെക്സ് അടിച്ച്, മുട്ടിന് ബൈറ്റ് കൊടുത്ത് അവർ വലിയ കഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർക്ക് കൊടുത്തില്ല. ഇപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, മേയറായിട്ട് നേരത്തെ കൊടുത്തില്ല. അവരെ ഇങ്ങനെ സ്ഥിരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് പേടിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പൊസിഷൻ തരാം. ഇനി അവർ UDF അധികാരത്തിൽ വന്നാൽ വളരെ ഏതെങ്കിലും പൊസിഷൻ കൊടുക്കുമോ, വനിതാ കമ്മീഷൻ ചെയർമാനോ, വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർമാനോ, അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. കശുവണ്ടി കോർപ്പറേഷൻ തൊട്ടിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എവിടെയെങ്കിലാക്കുമോ? ദീപ്തി മേരി വർഗീസ് എന്തായാലും ചിറകരിഞ്ഞ മയിലിനെ പോലെ അവിടെ നൃത്തമാടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് ജില്ലാ സെക്രട്ടറി ആയാലും മതി, അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് MP ആക്കിയാലും മതി എന്ന് പറഞ്ഞാണ് എൽദോസ് നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്ന് MP ആക്കാൻ അവരിൽ സീറ്റൊന്നും ഇല്ലല്ലോ. ഇനി രാജ്യസഭ സീറ്റൊക്കെ വരണ്ടേ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കണം. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് നഷ്ടപ്പെട്ടു. ഇനി വളരെ വലിയ രീതിയിൽ സീറ്റ് നഷ്ടപ്പെട്ട രണ്ടുപേരാണ് അജയ് തറയിലും ജോസഫ് വാഴയ്ക്കലും. മാത്യു കുഴൽനാടൻ ഡൽഹിയിൽ നിന്നൊക്കെ പോയി പഠിച്ച് ലോഹം ചുറ്റിയൊക്കെ വന്നപ്പോൾ മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ അടിച്ചുകൊണ്ട് പോയി. അതോടുകൂടി ജോസഫ് വാഴയ്ക്ക പോലെയായി, ഒന്നും കിട്ടാറായി. അദ്ദേഹവും അടിച്ചു 1,00,000 പോസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി. നമ്മുടെ ഈ ചാനലുകളിൽ അത് കണ്ടപ്പോൾ റൂമിൽ ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുന്ന 1,00,000 പോസ്റ്റർ, ബാനർ, ഫ്ലെക്സ്, പിന്നെ ചുവരെഴുത്ത് എല്ലാം നടത്തി ജോസഫ് വാഴയ്ക്കൻ പാവപ്പെട്ടവൻ വാഴയ്ക്ക പോലെ ആയിപ്പോയി, വാഴക്കാൻ തന്നെയായി. അദ്ദേഹത്തിനും സീറ്റ് കൊടുത്തില്ല. അജയ് തറയിൽ സീറ്റ് കൊടുത്തില്ല. പിന്നെ വേറൊരു കാമുകനുണ്ട്, സണ്ണി എം കവിക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഏത് മതമാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിനൊരു തിരിച്ചറിവില്ല. അദ്ദേഹം മുസ്ലിം മതത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജനിച്ചു, ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു. ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് അവർ പരിവർത്തനം ചെയ്ത് ഹിന്ദുവിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയല്ല, തിരിച്ചാണ് വരുന്നത്. കഥ തിരിച്ചാണ് കേട്ടോ. ഹിന്ദു മതത്തിൽ ജനിച്ചതിന് ശേഷം ക്രിസ്ത്യ മതത്തിലേക്ക് പോയി. ക്രിസ്ത്യ മതത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ സംവരണമൊന്നുമില്ല, ഹിന്ദു മതത്തിൽ നിന്നാലേ സംവരണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ഉൾട്ടടിച്ച് ഹിന്ദു മതത്തിൽ വന്നപ്പോൾ ആദ്യം ഹിന്ദുവായി ജനിച്ചു, ക്രിസ്ത്യനിൽ പോയി, പിന്നെ പരിവർത്തന ക്രിസ്ത്യനായി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ ഹിന്ദുവിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് ഈ ആനുകൂല്യങ്ങൾക്ക് പറ്റി അതിനെതിരെയാണ് അജയ് തറയിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. വലിയ ചർച്ചയായി. ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ, ആദിവാസികളൊന്നുമില്ല, ദളിത് വിഭാഗങ്ങളിലെ കുറച്ച് ആക്ടിവിസ്റ്റുകൾ അത് കയറി ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നു. ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവരൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി. പക്ഷേ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. കാര്യം സണ്ണിയും കവിക്കാടിന് അങ്ങനെ ഒരു ഉറപ്പൊന്നും സതീശൻ കൊടുത്തിട്ടില്ലായിരുന്നു. 8-10 സംഘടനകൾ, ആദിവാസി സംഘടനകൾ, ദളിത് സംഘടനകൾ വന്ന് കണ്ടപ്പോൾ പരിഗണിക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ കൊടുക്കാം എന്നുള്ളൊരു ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും സണ്ണിയും കവിക്കാടിനും സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടില്ല. സുധാകരന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതെല്ലാം കവർ ചെയ്യുമായിരുന്നു. കൊടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം CPMൻ്റെ നോമിനിയായിപ്പോയി. അതുപോലെ TK ഗോവിന്ദൻ, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കണ്ണൂർ TK ഗോവിന്ദനും സീറ്റ് കിട്ടിയില്ല. അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം മാറിപ്പോയി. പിന്നെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്, തളിപ്പനം മത്സരിക്കുന്നത്, അതെല്ലാം അഴിമതിയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പിന്നെ നമ്മുടെ TN സുരേഷ് എന്ന് പറയുന്ന BJPക്ക് വേണ്ടി കോവളത്ത് മത്സരിക്കുന്ന സുരേഷ് കോൺഗ്രസിൻ്റെ വലിയ ആളായിരുന്നു, SNDPയുടെ ഒക്കെ ആളായിരുന്നു. അവിടെ നിന്ന് മാറി BJPയിൽ വന്നു.
അരുൺ എന്ന് പറയുന്ന ഒരാൾ ചിറയൻകീഴ് ഭാഗത്തു നിന്ന് മാറി എവിടെ വന്നിട്ടുണ്ട്, ഈ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സീറ്റ് കിട്ടാത്തവരും സ്ഥാനം കിട്ടാത്തവരുമായിട്ടുള്ള ആളുകൾ ധാരാളമായി മറ്റ് പാർട്ടികളിൽ ചേക്കേറിയിട്ടുണ്ട്. അപ്പോഴും UDFൽ കോൺഗ്രസ്സിൽ ഫൈമി കാമുകന്മാരായി സീറ്റ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ കോൺഗ്രസ്സുകാരായി തന്നെ തുടരും എന്ന് പറഞ്ഞ BRM ഷെരീഫ് മുതൽ വടക്കോട്ട് പലരുടെയും പിന്നെ മലയൻകീഴ് വേണുഗോപാൽ ഇതുപോലെ നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട MR ബൈജുവിന് സീറ്റ് കൊടുത്തപ്പോൾ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മലയൻകീഴ് വേണുഗോപാൽ പെട്ടു, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അതേസമയം അവിടെ PK കൃഷ്ണദാസും നാടാർ കമ്മ്യൂണിറ്റിയല്ല, പിന്നെ IB സതീശൻ നാടാർ കമ്മ്യൂണിറ്റിയല്ല. എന്നാലും നായർ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തു ഒഴിവാക്കി നാടാർ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു. അങ്ങനെ MR ബൈജു അവിടെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ നിരവധി പേരെ വെട്ടി, നിരവധി പേരെ കൊന്നു, നിരവധി പേരെ കൊല വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും കോൺഗ്രസ്സുകാർ വെട്ടിയപ്പോൾ തന്നെ തീർച്ചയായിട്ടും അവർ വെട്ടിയെങ്കിലും അവർ മഹാഭൂരിപക്ഷവും അകത്ത് തന്നെയുണ്ട്, പുറത്താരും വലുതായിട്ട് പോയിട്ടില്ല. ഇനി ഷംസീറിനെ ഇപ്പുറത്ത് വെട്ടി, CPMൽ വെട്ടി, MM മണിയെ വെട്ടി, അങ്ങനെ പലരെയും, തോമസ് ഐസക്കിനെ ഒരിക്കൽ കൂടെ വെട്ടി, നേരത്തെ വെട്ടി മുറിവേറ്റ് കിടക്കുകയായിരുന്നു, ഒരിക്കൽ കൂടെ വെട്ടി. അതുവഴി പോയ കൂട്ടത്തിൽ ഒരിക്കൽ കിടന്നുറങ്ങിയ തോമസ് ഐസക്കിൻ്റെ പുറത്ത് ഒരു വെട്ടും കൂടെ വെട്ടിയിട്ട് സഹാക്കൾ ഓടിക്കളഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ വലിയ തോതിലാണ് ഈ ഫൈമി കാമുകന്മാരായി ഇലക്ഷൻ മത്സരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉടുപ്പടിച്ച നിരവധി ആളുകളെയാണ് കേരളം കണ്ടത്. അതിൽ ഒരുപാട് പേർ, ഒരു 10-20 പേരെങ്കിലും വിവിധ പാർട്ടികളിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി കഴിയുന്നുണ്ട്. കുറച്ച് പേരെന്ത് ചെയ്തു, ഈ അവസരം ലാക്കാക്കി മറ്റ് പാർട്ടികളിൽ ചേക്കേറി. വേറെ ചിലർ, സുധാകരനെ പോലുള്ള ചിലർ സ്വതന്ത്രരായി മത്സരിക്കാനും തീരുമാനിച്ചു.